മക്കളെ ചെമ്മീൻ ചാകരത പെയ്യണ കാഴ്ച നോക്കിയത്. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കാറ്റും കോളും കടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാ വള്ളവും കൂടി വെളുപ്പിനൊരു 6 മണിയോട് അഴിയിലോട്ട് കയറിപ്പോനൊരു കാഴ്ച ഉണ്ടാ. ഇറങ്ങിപ്പോന കാഴ്ചയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല കുറേ ചെമ്മീനും അയിലയും എല്ലാം കൂടി കിട്ടിയ ഒരു കിടിലൻ കിണ്ണം കാഴ്ച ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടവും. പിന്നെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കരിയർ വെള്ളം നേരെ വള്ളത്തിൻ്റെ പുറകിൽ കെട്ടേണ്ട. സാധാരണ നമ്മൾ അങ്ങനെയാണ് കരിയർ വെള്ളം നമ്മൾ കെട്ടി വലിച്ചാണ് കൊണ്ടുപോകണം എപ്പോഴോട്ടാ. വലിയ വലിയ തിരമാലകളെ മുറിച്ച് കിടന്നാണ് നമ്മുടെ കാരിയർ വെള്ളം നേരെ വരുന്നതാണ് നമ്മുടെ കൂടെ കേട്ടാ. കയറിച്ചല്ലേ തന്നെ നമ്മൾ മീനെ കണ്ട് പെട്ടെന്നായിരുന്നു വലയുടെയും കാര്യങ്ങളും. നേരെ വള്ളം വല കറക്കിക്കൊണ്ടുതന്നെ ഒരു കാഴ്ചയായിട്ട് ഇനി നിങ്ങൾ കാണാൻ പോണത്. ഇനിയുള്ള പരിപാടി ആളുപാച്ചിലാണ്. മീൻ മടക്ക് പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമ്പക്ക് പോവാതിരിക്കാൻ വേണ്ടി മീനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരായിട്ട് നേരെ കടലിലോട്ട് ചാടുന്ന ഒരു കാഴ്ചയുണ്ട ഇനിയുള്ള പരിപാടി. വീഞ്ചിക്കൂടി റിങ്ങെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ ആള് പായേണ്ട ആവശ്യം വരൂല. വലയിലുള്ള മീൻ ഇനി പുറത്തോട്ടും പോകൂല കേട്ടാ. ഇനിയിപ്പോൾ നേരെ വീഞ്ചിൻ്റെ അടുത്ത റോപ്പ് കെട്ടി നിർത്തുന്ന ഒരു കാഴ്ചയാണ്. കെട്ടിയതിന് ശേഷം പിന്നെ അടുത്തുള്ള പരിപാടി എല്ലാവരും കൂടി ഒത്തുചേർന്നതിന് താളവും മീണവും ഇട്ട് വല പിടിച്ച് കയറ്റും. പിന്നെ 2-3 പേര് ചങ്ങാടത്തിൽ ചാടി പരം പൊക്കി പിടിക്കാൻ വേണ്ടി പോകും, വല മുങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി. Bangun di Mora. Ini ada baru. അണിയ ഭാഗത്തും അമരഭാഗത്തോട്ട് പാതി ആൾക്കാരുന്ന്. പിന്നെ ഇനി ആവശ്യത്തിൽ വല പിടിച്ച് കയറ്റണം. കയറുന്ന വലതെ ഇവിടെ അട്ടിയായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കട്ടാ. വലയെല്ലാം നല്ലപോലെ ചുരുങ്ങി വന്ന് വട്ടത്തിലടിച്ച വലതേ നമ്മുടെ വള്ളത്തോട് അടുത്ത് തുടങ്ങിയിട്ടാ. വേഗം ഇനി പിടിച്ചേറ്റും. ഇനി മീനെല്ലാം വലയിലോട്ട് കയറി വരും. അതുപോലെ ഇനി മീനൊക്കെ ഇനി ഓർഡർ കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോട്ടാ.
അങ്ങനെ ചെറുവെള്ളം വന്ന് മീൻ കോരി എടുക്കാൻ പോണൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പോണത്. നമുക്ക് കിട്ടിയേക്കണ മീൻ അയിലക്കുട്ടന്മാരാണ്. നല്ല അടിപൊളി പെടപെടക്കണ അയിലക്കുട്ടന്മാരട്ടാ. വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും വീഡിയോയുടെ അവസാനം വരെ കണ്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് ചെമ്മീൻ കിട്ടുന്ന കാഴ്ചയും അതുപോലെ തന്നെ ഈ അയിലയും നമുക്ക് നല്ല അടിപൊളി പെടപെടക്കണ നെയ്മീനൊക്കെ എടുത്തൊരു അടിപൊളി നെയ്മീൻ കറിയും ചോറും കാഴ്ചകളൊക്കെ കൂടി എല്ലാം കാണാട്ടാ. അപ്പോൾ നേരെ ഇനി അയില കോരി വള്ളത്തിലോട്ട് ആക്കണ കാഴ്ചയാണ് കാണാൻ പോണേട്ടാ. കാലൊക്കെ നോക്കി നോക്ക്. ഒറ്റ മറക്കിൽ മറിക്കണ്ട. എടുത്തോ 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 എടുത്തോ. പറഞ്ഞോളൂ. നെയ്മീൻ കാലൊക്കെ മാറ്റി പോവാ. ഞങ്ങള് മീൻ പോട്ടെ പോന്നിട്ടാണ് കാര്യം കൂടി ആക്കണം. അങ്ങനെ പോലെ മോനെ ആനോ ഒരെണ്ണം പോയടാ. എടാ ഒരു ഇതാ ഇത്തിരി വെള്ളം ഒഴിച്ചാ പെൻഡ്രും ഒന്ന് അടിച്ചു റെഡി അടിച്ചടാ. ഉച്ചക്ക് എനിക്ക് കറി ഉഷാറാക്കാൻ വേണ്ടി നെയ്മീനും ആഗോലിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല അടിപൊളി കിടന്ന നെയ്മീൻ കറിയാണ് ഇന്ന് പാസ്സാക്കി വിടും. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ അടിച്ച വല റിട്ടേൺ നമ്മൾ കയറ്റും. ഇതിനെ തട്ടിക്കയറ്റൽ എന്ന് പറയും. വല തിരിച്ച് നമ്മൾ വള്ളത്തിലോട്ട് കയറ്റേണ്ടാ. കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വല കഴിഞ്ഞ് നമ്മൾ ഇനി രണ്ടാമത് അടിക്കേണ്ടത്. കാരണം നമുക്ക് കുറച്ച് അയില മാത്രം കിട്ടിയുള്ളൂ. പിന്നെ മീൻ വില ഉള്ള കാരണം നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ ഇനി വല കേടുപാടുകൾ ഉണ്ടാവും. ആദ്യത്തെ വല അടിച്ചപ്പോൾ അതിൽ ചെറിയ കീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ വേഗം തന്നെ ഈ ഒരു വല തുന്നിപ്പിടിപ്പിക്കും. അങ്ങനെ രണ്ടാമത്തെ വല അടിക്കാൻ വേണ്ടി പോവേണ്ട. ഈ വലയും ആളാനുള്ള ചാട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും. നമുക്കൊന്നും പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ എടുക്കാനും പറ്റില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു പരിപാടി. മീൻ കണ്ട് വേഗം തന്നെ ആള് ചാടി. ആള് പാച്ചിലും കാര്യങ്ങളും മീൻ കാണുമ്പോൾ മീൻ ഇങ്ങാട് കമ്പൊക്കെ മടക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി വേഗം ഓരോരുത്തർ പുറകെ കയറി ചാടിക്കൊണ്ടിരിക്കേണ്ട. ഇനി ഈ വല കയറുമ്പോൾ ബാക്കി കാഴ്ചയും കാര്യങ്ങളും കാണാം. ഈ ഒരു വല നമ്മൾ അടിച്ചേക്കണത് മീനാണ്, ചെമ്മീനല്ല കേട്ടോ. ലാസ്റ്റ് വലയാണ് നമ്മൾ ചെമ്മീൻ കൊടുത്തത് കേട്ടോ പണി. ഈ വലയിൽ കുറച്ച് അയിലക്കുട്ടന്മാരാണ് കിട്ടിയേക്കണത്. അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് കാട്ടിത്തരാം.
മൂന്നാമത്തെ ആൾക്കാരുണ്ട ഒരു മോന്റെ ഇതാണ് ചെയ്യും അച്ഛനെ വഴി ചേട്ടാ നോക്കിക്കണ്ട് ബാക്കി രണ്ടാമത്തെ വല അടിച്ചപ്പോൾ അയില കോരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നെയ്മീൻ കുട്ടന്മാരെ നന്നായിട്ട് കഴുകി പളുങ്ക് പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇവന്മാരെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ കറി അങ്ങാട് പാസ്സാക്കി വിടാൻ വേണ്ടി പോവേണ്ട കൂട്ടുകാരെ. നെയ്മീൻ കറി പാസ്സാക്കി വിടണ നമ്മുടെ ജോബിച്ചേട്ടനാ കേട്ടാ. വെളിച്ചെണ്ണ വെച്ച് സവാള ഇട്ട് പച്ചവളം ഇട്ട് ഇഞ്ചി കാര്യങ്ങളും ടൂൾസും കാര്യങ്ങളും തട്ടിയിട്ട് പിന്നെ അതായത് തക്കാളിക്കുട്ടന്മാരും തട്ടിയിട്ട് കറി അങ്ങാടി ഞങ്ങൾ വയറ്റിയെടുക്കാൻ വേണ്ടി പോവേണ്. ഇനിയുള്ളത് പൊടിക്കൂട്ടുകളാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടിക്കൂട്ടുകളൊക്കെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ അങ്ങാട് ഒഴിച്ചു കൊടുക്കേണ്ട. തൊപ്പി വെച്ചോണ്ട് ഇനി ആളെ മനസ്സിലായില്ല എന്നുള്ള പരാതി പാടില്ല. ഇതാണ് നമ്മുടെ ജോബിച്ചേട്ടൻ്റെ നല്ല അടിപൊളിയായിട്ട് അടിക്ക് പിടിക്കാണ്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി എടുക്കണ ഒരു കാഴ്ചയാണ്. ഇതേ കുടംപുളിയൊക്കെ ഇട്ട് നല്ല ചാറുകറി ആക്കി എടുക്കാൻ പോവേണ്ട. ഈ മീന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. മീൻ കഷ്ണം എല്ലാം കൂടി ചാറിലോട്ട് ജോബിച്ചേട്ടൻ്റെ വാരിട്ടിട്ട് ആ കയ്യിലോട്ട് പയ്യെ പയ്യെ ചാറിലോട്ട് ആ മീനുകൾ പളുങ്ക് പോലെ ഇരിക്കണ നെയ്മീൻ കുട്ടന്മാരെ മുക്കി 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 ചാറിൽ ഇങ്ങനെ മുക്കി നിർത്തണ ഒരു കാഴ്ച ഉണ്ട് ആ കയ്യിലോട്ട് പയ്യെ പയ്യെ ചെയ്യണത്. ഇനി ഒമാരൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കഴിഞ്ഞാണ്ടല്ല കുട്ടുകുട്ടൂന്ന് പറഞ്ഞാൽ ചാറിക്കിടന്ന് തിളക്കണ ഒരു മണമൊക്കെ അങ്ങടെ മൂക്കിലോട്ട് വരും. പൊന്നേ ഒരു വേറൊരു ഫീലാട്ടത്. അങ്ങനെ കറിയല്ല നല്ല അടിപൊളിയായിട്ട് ജോബിച്ചേട്ടൻ
പാസ്സാക്കി അതിൻ്റെ മണം കേട്ട് അടുക്കളയിലോട്ട് എല്ലാവരും പ്ലേറ്റിൽ ചോറായിട്ട് എത്തിക്കഴിഞ്ഞിട്ടാ. ഇനി ഓരോ കഷ്ണങ്ങൾ അങ്ങനെ എണ്ണി ഇട്ട് കൊടുക്കണം. തലയും ആ നെയ്മീൻ്റെ ചെറിയൊരു വാലും അങ്ങനെ എല്ലാവർക്കും 2 കഷ്ണമാണ് പറഞ്ഞേക്കണത്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് തരുകയും ചെയ്യോട്ടാ. അതിലൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. മീൻ എത്ര വേണമെങ്കിൽ നമുക്ക് കിട്ടും. അത് നല്ല ചാറൊക്കെ ഇങ്ങനെ ഒഴിച്ചങ്ങാട് കൊടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ചെമ്മീൻ കറി പാസ്സാക്കിയിട്ടത് നമ്മുടെ ഈ ചേട്ടനാണ് കേട്ടാ. അപ്പോൾ ആ ചേട്ടനാണ് ഇന്ന് വിളമ്പാൻ വേണ്ടി വന്നേക്കണം. നല്ല അടിപൊളിയായിട്ട് തലക്കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരെയും ഹാപ്പി ആക്കി അങ്ങ് വിടുകയാണ്. അങ്ങനെ നമ്മളും പ്ലേറ്റിൽ 2 കഷ്ണം നെയ്മീനും ചാറൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, കൈയൊന്ന് പൊള്ളിപ്പോയി. നല്ല മീൻ ഇങ്ങനെ തിളച്ചിരിക്കണ കറിയായിരുന്നല്ല. അപ്പം മീൻ കഷ്ണമൊക്കെ നെയ്മീനൊക്കെ കടിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാണല്ലോ, ആ ഒരു പുളിയും എരിവും എല്ലാം കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. ആ ചാറൊക്കെ പയ്യ ചോറിൽ അങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ വായിലോട്ടൊക്കെ വേണ്ടല്ലോ. അടിപൊളിയായിരുന്നു. അങ്ങനെ പറഞ്ഞു നിൽക്കല്ലേ, കടലിലെ പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ചോറ് കഴിക്കാൻ പോലും നമുക്ക് സമയം കിട്ടൂല. അടുത്ത വലയും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട ചെമ്മീൻ കണ്ട് ഇനിയുള്ളത് ഒരു കീടില് മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകണട്ടാ. വല അടിച്ചതേ ഉണ്ണിച്ചേനൊക്കെ ചാടിയിട്ടുണ്ട്. വല മൊത്തത്തിൽ അങ്ങനെ കറങ്ങിയൊരു കാഴ്ചയാണ്. നല്ല പേട്ട വെടക്കണം പൂവാലൻ ചെമ്മീൻ, നാരൻ ചെമ്മീൻ ഒക്കെ നമ്മുടെ വലയിലോട്ട് കയറുന്ന കാഴ്ച. മക്കളെ, വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടോട്ടാ. പിന്നെ ഈ വലയൊക്കെ പോകുമ്പോൾ ആൾക്കാർ അവിടെ ഒന്നും നിൽക്കുമൊന്നുമില്ല. കാരണം ഭയങ്കര ഒരു റിസ്ക്കാണ് അവിടെ നിൽക്കുന്നത് വെച്ചാൽ. നേരെ വലയിൽ ചുറ്റിപ്പോവും. അങ്ങനെ വല മൊത്തമായിട്ട് കറങ്ങി വന്നിട്ടുണ്ട്. ഇനി നേരെ ഒന്ന് പിടിച്ചങ്ങാണ് നിർത്തേണ്ട എല്ലാവരും കൂടി. ഇനി ഈ ഒരു ചെമ്മീൻ പിടുത്തത്തിൽ ആൾ പാച്ചിലല്ല, പകരം കിലിക്കലാണ്. പാത്രോട്ട് നന്നായിട്ട് കിലിക്കണ ഒരു കാഴ്ചയാണ്. അത് ചെമ്മീൻ പേടിച്ച് പോകാൻ വേണ്ടി ഇങ്ങനെ പാത്രോട്ട് കിലിക്കണം കേട്ടാ. പാത്രം കിളിക്കുമ്പോൾ ചെമ്മീൻ നിങ്ങളുടെ അടുത്തോട്ട് വരൂല, അല്ലെങ്കിൽ ചെമ്മീൻ നേരെ കമ്പക്ക് പോകും. അപ്പോൾ അതേ അങ്ങാടും ഇങ്ങാടൊക്കെ ഇട്ട് പൂവാലൻ ചെമ്മീൻ കിടന്ന് പായണ ഒരു കാഴ്ച ഉണ്ട്. ഇനി ഇതേ കാണുന്ന കാര്യങ്ങളും പറയണ കാഴ്ചകളും നിങ്ങൾ കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അത്രയും ചെമ്മീൻ കൂട്ടന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് കണ്ടത് ഈ ഒരു കാഴ്ച നോക്കി നിറച്ച് പൂവാലൻ ചെമ്മീൻ കിടന്ന് അങ്ങാടും ഇങ്ങാടും ഒക്കെ ഓട്ടിക്കളിക്കുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മുടെ പ്രസാദം വള്ളത്തിൽ. കണ്ട ഇത് നോക്കിയേ, ഇത് കയറുമ്പോ കാണുന്നത് ഇവിടെയൊക്കെ ചെമ്മീൻ മീനടക്കേണ്ടത്. ഇവിടെ മൊത്തം ചെമ്മീൻ മീനടക്കാണ്. പെയ്യണോക്കെ ഇതിനകത്ത് ഇപ്പൊ വീട് തന്നെയാണല്ലോ. ചെമ്മീന്റെ കുത്തുകൊണ്ട് ആകെ ആളാവശ്യതയിൽ പോട്ടാ. കണ്ടത് വലിയ ചെമ്മീൻ നോക്കിയേ. നാരൻ കൂറുണ്ട്, നാരനുണ്ട്. കണ്ട മക്കളെ, ചെമ്മീൻ ചാകര പെയ്യണ കാഴ്ച നോക്കിയത്. ചെമ്മീൻ ചാകര ചെമ്മീനിൽ കിടന്ന് ഉണ്ണിച്ചടക്കാമെന്നത് നാരൻ പിറക്കി എടുക്കണം. കടൽപ്പാമ്പ് കടൽപ്പാമ്പ് ഇപ്പൊ കേറിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ ആലപ്പുഴക്കാരെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആലപ്പുഴക്കാരനൊന്നുമല്ല, ചേറ്റും അടുത്താണ് നമ്മുടെ ആര്യക്കാരൻ ചേട്ടൻ്റെ വീടട്ടാ. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ ചെറുവള്ളത്തേക്ക് കയറി നല്ല പെട വെടക്കണ പൂവാലും അതുപോലെ തന്നെ നാരൻ ചെമ്മീനൊക്കെ ഇവിടെ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേട്ടാ. നാരൻ ചെമ്മീൻ ഉണ്ടായിരുന്നാ പെടക്കണ മക്കളെ, നല്ല പെട പെടക്കണം. നാരൻ കൂട്ടന്മാര് പെടക്കണടാ, പെടക്കണേ. വീരണേ ചെമ്മീൻ മീനൊക്കെ കാഴ്ച നോക്കി. പാമ്പിനപ്പതേ കളഞ്ഞിട്ട പാമ്പിനെ എറിഞ്ഞളഞ്ഞ്. ചെമ്മീൻ കയറും.
വീഴാൻ പോണ മക്കളെ ചെമ്മീൻ, നല്ല പൂവാലൻ ചെമ്മീൻ വീണ കണ്ട. രണ്ടു മൂന്ന് പറഞ്ഞ അവിടെ 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 കലാശക്കോട്ടാണ്ട. അപ്പൊ നമ്മളിപ്പോ സാധനം വലുതിന്ന് ചെറുതിലോട്ട് ചാടി കരിയറിലോട്ട് കയറിട്ടാ. പെടക്കണ നാരൻ ചെമ്മീൻ നോക്കിയത് കണ്ട പെടക്കണേ. പെടച്ചടാ പെടച്ചടാ അതെ ഷാനുക്ക, അതുപോലെ ഉണ്ണിച്ചേട്ടൻ, കുട്ടുചേട്ടൻ നോക്കിയേ. ഈ കുട്ടുചേട്ടൻ എപ്പോഴും വള്ളത്തിൽ വരിക, കരിയറിൽ തന്നെ സ്ഥിരം നിൽക്കുന്ന ആളാണ്ട കുട്ടുചേട്ടൻ. അപ്പൊ ചെമ്മീൻ തിരിയാണ്, പൂവാലൻ ചെമ്മീൻ തിരിഞ്ഞ് മാറ്റാണ് കണ്ട. അതെ കടൽ തന്നെയാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കണ്ട. ഞങ്ങളൊന്ന് കടൽ പൊങ്ങി വന്നോ, കടൽ പൊങ്ങി നോക്കിയതേ, പൊങ്ങി നോക്കിയോണ്ടോ കണ്ടോ. മഴയൊക്കെ ഒന്ന് തണുത്ത് കടലൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോ കരയിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇനി അഴിയൊക്കെ കയറാൻ പോവേണ്ട, കാരിയർ വെള്ളത്തിലാണ് അഴി കയറാൻ പോണത്. കാരിയർ എങ്ങനെയൊക്കെ പോകുന്ന ഒരു പിടുത്തവും ഇല്ല. വലിയ കടലൊക്കെ അമ്പോ കടല് വേണ. അടുത്ത വലുത് കടലോ നോക്കി ദേ പോണ കടല് വലുത്.